നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. ആദ്യം പ്രധാന വാർത്തകൾ. കുരുന്നുകളുടെ ജീവന് കാവലായി മോട്ടോർ വാഹന വകുപ്പ്. പരിശോധനകളും പരിശീലനവും കൃത്യമായി നടപ്പാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ. അനധികൃത നിലം നികത്തലിനെതിരെ കൊടികുത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ. കേരളത്തിലെ പള്ളിക്കൂടങ്ങൾ പ്രവേശനോത്സവ ലഹരിയിൽ. കളിയും ചിരിയും പഠനവും ചിന്തകളുമായി സ്കൂളുകൾ സജീവമാകുന്നു. വാർത്തകൾ വിശദമായി. സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കാനിരിക്കെ രക്ഷിതാക്കൾക്കൊപ്പം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്കും ആധിയേറുന്നു. വാഹനങ്ങൾക്കും ഡ്രൈവർമാർക്കും കർശനമായ പെരുമാറ്റച്ചട്ടങ്ങളാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗ് പുറപ്പെടുവിച്ചത്. ഇത് ഏറെക്കുറെ പാലിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇത് ഏറെക്കുറെ പാലിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. വീഴ്ചയുണ്ടായാൽ ഡ്രൈവർമാർ മാത്രമല്ല ഉദ്യോഗസ്ഥരും കുടുങ്ങും. സ്കൂൾ ബസ്സുകളുടെ വേഗപരിധി 40 കിലോമീറ്ററിൽ നിന്ന് 50 കിലോമീറ്ററായി ഉയർത്തണം എന്നതായിരുന്നു സ്വകാര്യ എയ്ഡഡ് മാനേജ്മെന്റുകളുടെ ആദ്യ ആവശ്യം. കുറഞ്ഞ വേഗം വാഹനങ്ങളുടെ ഇന്ധനക്ഷമതയെ ബാധിക്കുമെന്നും ഇത് മൈലേജ് കുറയുന്നതിന് കാരണമാകുമെന്നുമൊക്കെയായിരുന്നു ഇവരുടെ വാദം. എന്നാൽ ഇത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ തള്ളി. 40 കിലോമീറ്റർ വേഗത്തിൽ പോയാൽ മതിയെന്ന നിർദ്ദേശവും നൽകി. ഇനി അമിത വേഗത്തിൽ സ്കൂൾ വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഡ്രൈവർമാർക്കും ഉദ്യോഗസ്ഥർക്കും ഒഴിഞ്ഞു നിൽക്കുവാനാവില്ല. പുതിയ അധ്യയന വർഷാരംഭത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് പരിശീലനം നൽകണം എന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം. സംസ്ഥാനത്തെ ഭൂരിഭാഗം സ്കൂളുകളിലെ ഡ്രൈവർമാർക്കും മോട്ടോർ വാഹന വകുപ്പ് ദ്രുതഗതിയിൽ പരിശീലനം നൽകിയിരുന്നു. KSKTU തകഴി ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ അനധികൃതമായി നികത്തിയ സ്ഥലം വെട്ടിനിരത്തി. ചങ്ങങ്കിരി പള്ളിക്ക് സമീപമുള്ള പാടത്തെ നികത്തലാണ് തടഞ്ഞത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് അനധികൃത നിലനികത്തൽ കേന്ദ്രം വെട്ടിനിരത്തിയത്. വെട്ടിനിരത്തൽ സമരം KSKTU തകഴി ഏരിയ സെക്രട്ടറി ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു നിയമം അനുസരിച്ച് ഭാര്യയുടെ സ്വത്തിന് ഭർത്താവാണ് അവകാശം. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യയ്ക്ക് വേറെ കരഭൂമിയുണ്ട്. ഏതാണ്ട് 5ഓളം കടമുറി കെട്ടിടങ്ങൾ ഈ ചങ്ങങ്കരി ആറ്റ് സൈഡിലുണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് വീട് വെക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു കള്ള പ്രമാണം ചമച്ചിരിക്കുന്നത്. ഈ ഭൂമിക്ക് തൊട്ട് എതിർവശം കിടക്കുന്നതും ഈ പറഞ്ഞ സോമന്റെ ഭൂമിയാണ്. അത് ഇതിനു മുമ്പ് കുറച്ചു നാൾ മുമ്പ് നികത്താൻ വേണ്ടി പരിശ്രമിച്ച് ഏതാണ്ട് 4-5 വണ്ടി മണ്ണ് അവിടെ ഇടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നികത്തി കഴിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ക്രയവിക്രം മറിച്ചു വിൽക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ കർഷക തൊഴിലാളി യൂണിയൻ ഇവിടെ എതിർപ്പ് രേഖപ്പെടുത്തുകയും ഇത് തടയുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു. K. ശ്രീകുമാർ, AJ കുഞ്ഞിമോൻ, റെജി P. വർഗീസ്, K. പ്രകാശ്, രാജേന്ദ്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 50ഓളം പ്രവർത്തകർ വെട്ടിനിരത്തൽ സമരത്തിൽ പങ്കെടുത്തു. ആലപ്പുഴയിൽ മാത്രം തിങ്കളാഴ്ച 12,000-ലധികം കുരുന്നുകൾ പഠനനാളിന്റെ ആദ്യ പടവുകളിലേക്ക് പള്ളിക്കൂടങ്ങളിലേക്ക് എത്തും. നിറങ്ങളും മധുരവും വാരി വിതറി പ്രവേശനോത്സവം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കലപിലക്കൂട്ടത്തെ കാത്തിരിക്കുകയാണ് സ്കൂളുകൾ. ഇക്കുറി ജില്ലാതല പ്രവേശനോത്സവം അരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് നടക്കുക. തിങ്കളാഴ്ച മുതൽ 6 പ്രവൃത്തി ദിവസങ്ങൾ കഴിയുന്നതുവരെ പ്രവേശനം തുടരും. ആലപ്പുഴ ജില്ലയിൽ സർക്കാർ മേഖലയിൽ 200 LP സ്കൂളുകളുണ്ട്. 188 സ്കൂളുകൾ എയ്ഡഡ് മേഖലയിലും ബാക്കിയുള്ളവ അൺഎയ്ഡഡ് മേഖലയിലുമാണ്. സ്കൂൾ ടൈം ടേബിൾ പരിഷ്കരിച്ചുകൊണ്ടുള്ള SCERT ശുപാർശ ഭേദഗതികളോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചു. ക്ലാസ് പീരീഡുകൾ 7 നിന്ന് 8 ഉയരും. നിലവിലെ ഓരോ പീരീഡിലും 5 മിനിറ്റ് വീതം എടുത്താണ് അധിക പീരീഡിന് സമയം കണ്ടെത്തുന്നത്. ഉച്ചഭക്ഷണ സമയം കുറയ്ക്കണമെന്ന ആവശ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചില്ല. ഉച്ചഭക്ഷണ സമയം 12:40 മുതൽ 1:40 വരെ ആയിരിക്കും. 1 മണിക്കൂറുള്ള ഭക്ഷണ സമയം 35 മിനിറ്റായി ചുരുക്കണമെന്നായിരുന്നു SCERTയുടെ നിർദ്ദേശം. 40 മുതൽ 45 മിനിറ്റ് വരെ ഉണ്ടായിരുന്ന പീരീഡുകളുടെ ദൈർഘ്യം 35 മുതൽ 40 മിനിറ്റായി ചുരുങ്ങും. കലാകായിക പ്രവൃത്തി പരിചയ മേഖലകളിൽ കുട്ടികൾക്ക് പഠനാവസരം ലഭിക്കത്തക്ക വിധം അധ്യാപകരെ വിന്യസിക്കണമെന്നും തീരുമാനമായിട്ടുണ്ട്. പരാധീനതകൾക്കിടയിലും പതറാതെ മങ്കൊമ്പ് തെക്കേക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ കഴിഞ്ഞ 2 അധ്യയന വർഷത്തിലും 100 മേനി വിജയമാണ് സ്കൂൾ നേടിയത്. വിജയത്തിന്റെ ശതമാന കണക്കുകൾ ഉയരുമ്പോഴും നിലനിൽപ്പിനായി പ്രയാസപ്പെടുകയാണ് 100ഓളം വർഷത്തെ പാരമ്പര്യമുള്ള ഈ പള്ളിക്കൂടം. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒപ്പം വിദ്യാർത്ഥികളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു കഴിഞ്ഞ 2 വർഷങ്ങളിലെ 100% വിജയം. വീണ്ടും വിജയം ആവർത്തിക്കുവാനും കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് അധ്യാപകരും PTA ഭാരവാഹികളും. അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഇന്നും ഈ സ്കൂളിനെ അലട്ടുന്നത്. കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്നത് 100-ൽ താഴെ കുട്ടികൾ മാത്രമാണ്.
സ്കൂളിൽ ചേർന്ന് പഠിക്കുവാനും തുടർ പഠനത്തിന് ആഗ്രഹിക്കുമ്പോഴും ക്ലാസ് മുറികളുടെ അപര്യാപ്തത വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒന്നുപോലെ അലട്ടുന്നുണ്ട്. കുടിവെള്ള ദൗർലഭ്യമാണ് മറ്റൊരു അടിസ്ഥാന പ്രശ്നം. കുട്ടനാട്ടിലെ മറ്റ് നാട്ടുതോടുകൾ പോലെ തന്നെ ഈ തോടും തീർത്തും മലിനമായിരിക്കുന്നു. നീരേറ്റുപുറം ജലശുദ്ധീകരണശാലയിൽ നിന്ന് കുടിവെള്ളം ലഭിക്കുന്നതിനും അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനത്തിനുമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് നിരവധി തവണ പേർ സമീപിച്ചെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലമെന്ന് അധ്യാപകരും പ്രദേശവാസികളും പറയുന്നു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. കൃഷ്ണപുരം വടക്കൻ വെളിയനാട് പാലം യാഥാർത്ഥ്യമാവുന്നു. പാലം നിർമ്മാണത്തിന്റെ പ്രാഥമിക കാര്യങ്ങൾ പൂർത്തിയായതായി കാവാലം ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ KC ജോസഫ് KCV വാർത്തകളോട് പറഞ്ഞു. കൃഷ്ണപുരം കാവാലം പ്രദേശത്തെ നൂറുകണക്കിന് ജനങ്ങൾക്ക് ആലപ്പുഴയുമായി ബന്ധപ്പെടുവാനുള്ള എളുപ്പമാർഗമാണ് കൃഷ്ണപുരം പാലം പൂർത്തിയാവുന്നതോടെ തുറക്കപ്പെടുന്നത്. മങ്കൊമ്പിലെ സിവിൽ സ്റ്റേഷൻ പാലവും കൃഷ്ണപുരം പാലവും യാഥാർത്ഥ്യമാവുന്നതോടെ കുട്ടനാട്ടിലെ തെക്കൻ പ്രദേശങ്ങളിലെ പരിപൂർണ വികസന ചിത്രം തെളിയും. ചങ്ങനാശ്ശേരി, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കുട്ടനാട്ടുകാർക്ക് എത്തിപ്പെടുവാനുള്ള എളുപ്പമാർഗമാണ് കൃഷ്ണപുരം പാലം പൂർത്തിയാവുന്നതോടെ തുറക്കപ്പെടുന്നതെന്ന് KC ജോസഫ് പറഞ്ഞു. വടക്കൻ വെളിയനാട് കൃഷ്ണപുരം കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. കാവാലം, നീലമ്പേരൂർ പഞ്ചായത്തുകൾക്കും ഒപ്പം തന്നെ വെളിയനാട് പഞ്ചായത്തിലെ ആളുകൾക്കും യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പാലം വിഭാവനം ചെയ്തത്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാലം സമ്പാദക സമിതി വിളിച്ചുകൂട്ടുകയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഗോപകുമാർ കൺവീനറും ഈ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ കൺവീനറുമായിട്ടുള്ള പാലസമ്പാദക സമിതി മുൻ MLA ഡോക്ടർ KC ജോസഫിനെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ബഹുമാന്യനായ ശ്രീ KM മാണി സാറിനെയും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ഇബ്രാഹിം കുഞ്ഞിമിനെയും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇവിടെ പാലത്തിൻ്റെ പണികളുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും മറ്റുമായി 13,44,000 രൂപ അനുവദിക്കുകയുണ്ടായി. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ മണ്ണ് പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അറിഞ്ഞതിന് ശേഷം ഇവിടെ പാലം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അതോടുകൂടി കോട്ടയവും ആലപ്പുഴയുമായി നമുക്ക് യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം
ഉപകരിക്കുന്ന ഒന്നായി ഈ പാലം മാറും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ചങ്ങനാശ്ശേരി മേഴ്സി ഹോം റൂബി ജൂബിലിയോടനുബന്ധിച്ച് കാരുണ്യ ഉത്സവം സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി മേഴ്സി ഹോം റൂബി ജൂബിലിയോടനുബന്ധിച്ച് കാരുണ്യോത്സവം സംഘടിപ്പിച്ചു. മേഴ്സി ഹോം അങ്കണത്തിൽ നടന്ന പരിപാടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ആ വലിയ സേവനത്തിന്റെ പ്രവർത്തനം നേരിട്ട് കാണുന്നതിന്, അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നതിന് എനിക്ക് ഇവിടെ വന്ന അവസരങ്ങൾ കൊണ്ട് എനിക്ക് ധാരാളം സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് പലപ്പോഴും പരിഗണന കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവഗണനയായിരിക്കും പലപ്പോഴും കിട്ടുന്നത്. ആ സ്ഥാനത്താണ് മേഴ്സി ഹോം പോലുള്ള സ്നേഹത്തിന്റെ വലിയ സന്ദേശം പകരുന്ന, കാരുണ്യത്തിന്റെ, കരുതലിന്റെ മാതൃകയായിട്ടുള്ള സ്ഥാപനം. അതുകൊണ്ട് ഇതുപോലെ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകും. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷനായി. സിസ്റ്റർമാരായ ബ്ലസിയ, സ്മിത, നയോമി, CS തോമസ് MLA എന്നിവർ സംസാരിച്ചു. ഫാദർ ജോസഫ് പൗവത്തിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. വടക്കൻ വെളിയനാട് അക്ഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പും നോട്ട് ബുക്ക് വിതരണവും നടന്നു. ഞായറാഴ്ച രാവിലെ 11 നടന്ന ചടങ്ങ് തൃക്കാക്കര ഭാരത് മാതാ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ തോമസ് പനക്കുളം ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാത്തച്ചൻ നിർവഹിച്ചു. സാംസ്കാരികമായി ഒത്തുചേരുന്ന ഇടങ്ങളില്ലാതിരിക്കലാണ് ഒരു നാടിന്റെ ആത്യന്തികമായ പ്രശ്നം. ഒരു നാടിനെ ചൂടുന്ന ഏറ്റവും വലിയ അസ്വസ്ഥത രൂപപ്പെടുന്നത് ആ നാട്ടിൽ ആളുകൾ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമൊക്കെ അതീതമായി കൂട്ടുചേരുന്ന പൊതു ഇടങ്ങളിൽ ഉണ്ടാവാത്തിടത്തോളം ഒരു നാടിനെ സംബന്ധിച്ച് നന്മയുടെ ഒരു പ്രകാശഗോപുരവും വളർന്നു വരാൻ പോകുന്നത്. അത് നിങ്ങളുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് ആശ്വസിക്കുക, എന്റെ നാടിന് കുറെ നന്മകളുണ്ട്. നോട്ട്ബുക്ക് വിതരണ ഉദ്ഘാടനം കാവാലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ KC ജോസഫ് നിർവഹിച്ചു. VA ജോബ്, വർഗീസ് മാത്യു തുണ്ടിയിൽ, T പ്രകാശ് 40 തുടങ്ങിയവർ പ്രസംഗിച്ചു. തലവടി വേദവ്യാസ വിദ്യാപീഠത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 11:20 12:30 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ RSS പ്രാന്തീയ സംഘചാലക് PB മേനോൻ നിർവഹിക്കുമെന്ന് വിദ്യാലയ സമിതി സെക്രട്ടറി TK രാധാകൃഷ്ണൻ KCV വാർത്തകളോട് പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ചക്കുളത്തകാവ് മുഖ്യ കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയും രാജി അന്തർജനവും സംയുക്തമായി ദീപപ്രജ്വലനം നടത്തും. തുടർന്ന് K മോഹൻകുമാർ മുഖ്യ പ്രഭാഷണം നടത്തുമെന്ന് TK രാധാകൃഷ്ണൻ പറഞ്ഞു. വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഈ കെട്ടിടം പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടന കർമ്മം നാളെ ജൂൺ 2 11 മണിക്ക് ശേഷം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രാന്ത സംഘാടക് മാനീയ PB മേനോൻ അവറുകൾ നിർവഹിക്കുന്നു. തദവസരത്തിലെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കുമ്മനം രാജശേഖരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതും ഭാരതീയ വിദ്യാനികേതന്റെ സംസ്ഥാന അക്കാദമിക് പ്രമുഖ ശ്രീ K മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ്. ഈ ചടങ്ങിലെ ദീപപ്രജ്വലനം നടത്തുന്നത് ചക്കുളത്താവ് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ശ്രീ മണിക്കുട്ടൻ തിരുമേനിയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രാജി അന്തർജനവും കൂടി ചേർന്നാണ്. പുളിങ്കുന്ന് SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ പഠന ഉപകരണ വിതരണവും ക്യാഷ് അവാർഡ് ദാനവും നടന്നു. പുളിങ്കുന്ന് SNDP ശാഖായോഗത്തിലെ യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം കുടുംബ യൂണിറ്റ് തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം നടത്തിയത്.
ഉദ്ഘാടനവും ക്യാഷ് അവാർഡ് ദാനവും കുട്ടനാട് SNDP യോഗം കൌൺസിലർ AG സുഭാഷ് നിർവഹിച്ചു. വളരെ പ്രശസ്തരായി മൺമറഞ്ഞു പോയ സാഹിത്യകാരന്മാരുടെ അവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇന്ന് ജീവിച്ചിരിക്കുന്ന അതിപ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെയൊക്കെ രചനകൾ ഒക്കെ അവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കി അവസാനം അതിന്റെ സംഘാടകരുടെ ശ്രദ്ധ ചെന്നെത്തിയത് 100 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വമഹാഗുരു ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവദശകമാണ്. ആ ദൈവദശകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അവിടെ ആരംഭിക്കുകയായിരുന്നു. ശാഖാ പ്രസിഡന്റ് D സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് കുമാർ, സദാനന്ദൻ, P സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി പുഴവാത് സാന്ത്വനം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനവും പഠന ഉപകരണ വിതരണവും നടന്നു. ചലച്ചിത്രതാരം പുന്നപ്ര പ്രശാന്ത വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിച്ചു. വി കതിരേശൻ, രാജു കൊച്ചുപറമ്പ്, KT തോമസ്, G ജയൻ, സുനിൽ അട്ടിച്ചിറ എന്നിവർ സംസാരിച്ചു. ചമ്പക്കുളം ഫാദർ തോമസ് പോരൂക്കര സെൻട്രൽ സ്കൂളിൽ 1 മുതൽ +2 വരെയുള്ള ക്ലാസുകൾ ജൂൺ 2 തിങ്കളാഴ്ചയും UKG ക്ലാസുകൾ ജൂൺ 3 ചൊവ്വാഴ്ചയും ആരംഭിക്കുന്നതാണെന്ന് പ്രിൻസിപ്പൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇനി ചരമവാർത്തകൾ. ചെറുകര കമലാഭവൻ പാപ്പൻ മാസ്റ്റർ നിര്യാതനായി. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മങ്കൊമ്പ് തെക്കേക്കര കാരിക്കത്തറ അറയ്ക്കൽ പുത്തൻവീട് ജോസുകുട്ടി നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 2-ന് തെക്കേക്കര സെന്റ് ജോൺസ് ദേവാലയ സെമിത്തേരിയിൽ. വേഴപ്ര കിഴക്കേ എംബ്രയിൽ ചാക്കോ പൌലോസ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 10-ന് വേഴപ്ര സെന്റ് പോൾസ് ദേവാലയ സെമിത്തേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുരുന്നുകളുടെ ജീവന് കാവലായി മോട്ടോർ വാഹന വകുപ്പ്. പരിശോധനകളും പരിശീലനവും കൃത്യമായി നടപ്പാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ. അനധികൃത നിലം നികത്തലിനെതിരെ കൊടികുത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ. കേരളത്തിലെ പള്ളിക്കുടങ്ങൾ പ്രവേശനോത്സവ ലഹരിയിൽ. കളിയും ചിരിയും പഠനവും ചിന്തകളുമായി സ്കൂളുകൾ സജീവമാകുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.